എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അയില മുളകിട്ടതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കുടംപുളി ഒന്നും ചേർക്കാതെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇനി ഹോട്ടലിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു അയില മുളകിട്ടത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അയില മുളകിട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അയിലയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പുളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ പിഴുപുളി വെച്ചിട്ടാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത്. ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ടോ നമുക്കത് സോക്ക് ചെയ്യാവുന്നതാണ്. ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടുന്നതാണ്. അപ്പോൾ അയില മുളകിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടി തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് പൊടിയായി അരിഞ്ഞ് ചേർക്കുന്നത്. സവാള വഴറ്റിയിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായൊന്ന് വഴറ്റിയെടുക്കാം. കറിക്കൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നത്. സവാളയ്ക്ക് പകരമായിട്ട് കൊച്ചുള്ളി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മീൻകറി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചേരം അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ഇത് സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ എടുത്തു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും തണുത്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അങ്ങനെ ഇതാ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിൽ പകുതി ഉലുവ ചേർക്കാം. അങ്ങനെ ഉലുവയും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. ഇഞ്ചി ചേർക്കാം. ഇഞ്ചി നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത ശേഷം നടുവ് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും സവാളയും തക്കാളിയും നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചിലർ ചേർക്കാറില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നന്നായൊന്ന് വറുത്തെടുക്കണം. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മൂത്തൊരു മണം വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇനി അരച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂട്ട് ചേർക്കുന്നത്. അങ്ങനെ ഇതാ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി സവാളയും കൂടി അരച്ച് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇതും ചേർത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. മസാലയായിട്ട് നന്നായൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ മസാലയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി നന്നായി ഞെരടി പിഴിഞ്ഞിട്ടുള്ള ജ്യൂസാണ് ചേർക്കുന്നത്. അങ്ങനെ പുളികളിലൊക്കെ ചേർത്ത ശേഷം പിന്നെ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ മിക്സിയാണ് ഒന്ന് കഴുകി എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെ തിളച്ച ശേഷമാണ് നമ്മൾ മീൻ ചേർക്കേണ്ടത്. ഈ സമയത്ത് എരിവ്, ഉപ്പ്, പുളി എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കിയ ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇപ്പോൾ നല്ല കുറുന്നനെ ചാറോടുകൂടി തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർക്കാം.
ഇനി ഈ മീൻ കഷ്ണങ്ങളെല്ലാം കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് മാറ്റണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി കിട്ടുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അടച്ച് വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി മീനിട്ട് ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയായി കിട്ടുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന സമയത്ത് ആ മുകളിൽ ഉള്ളിയും കൂടി മൂപ്പിച്ച് കഴിയുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മീൻ കറിയിലേക്ക് ചേർക്കാം. അപ്പോഴേക്കും ഇത് നമ്മുടെ മീൻ കറിയുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഉള്ളി വറുത്തതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും പകുതിയായിട്ടുള്ള ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ടതൊന്ന് ചുറ്റിച്ച ശേഷം അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഉള്ളി വറുത്തതും കറിയായിട്ട് നന്നായി മിക്സായി വരുന്നത് കാണാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മീൻ കറിക്ക്. അങ്ങനെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു അയില മുളകിട്ടതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.